മോർണിംഗ്. അപ്പോൾ ഗൈസ് അതെ സമയം ഒരു 5:30 ആവാറായി, 5:20 ആവാറായി. അപ്പം എല്ലാവരും എണിച്ച് ഒരു കിളി പോയ മൈൻഡിലിരിക്കുകയാണ്. ഇവിടെ അതാണ് ഇത്. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ എല്ലാവരും ഓക്കെ ഗൈസ്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഞങ്ങളുടെ മൂക്കൊക്കെ അടഞ്ഞ് എനിക്കിപ്പോൾ നല്ല തുമ്മലുണ്ട്. കുറച്ച് പേരുടെ മൂക്കൊക്കെ എൻ്റെ അതില്ലേടി മൂക്കൊക്കെ അടഞ്ഞെനിക്ക് നല്ല തുമ്മൽ വരുന്നുണ്ട്. ആകെ ജലദോഷം ഒരു മൂടിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ പൊടി കാരണം എനിക്ക് സൗണ്ടൊക്കെ മാറി തുമ്മി ശ്വാസം കിട്ടണില്ല. എന്നാലും ഇന്നലത്തെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ള ഇന്നലത്തെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ഡേ. എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇന്നാണ് നമ്മളിപ്പോ ഇനി കാണാൻ പോണത്. ഇന്നലെ നമ്മള് ഷോപ്പിങ്ങിന് മാത്രമേ പോയുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പൊ ഇനി മൂത്ത കാര്യസ്ഥയായ ശ്രീഭദ്രയിലോട്ട് കൈമാറാം. ഈ റൂമിൽ ആദ്യമായി എണിച്ചത് ശ്രീഭദ്രയാണ്. കാര്യബോധമുള്ള കുട്ടിയാണ്. കാര്യബോധം നല്ല വൃത്തിക്ക് ഉറങ്ങാൻ പറ്റും. ഓക്കെ ഗായ്സ്, അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാണാം. അയ്യോ ഹായ് ഗായ്സ്, ദിസ് ഈസ് അതുല്യ NR. പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ. ഇപ്പൊ നമ്മളെ പാലസിലേക്ക് പോകാൻ റെഡി ആവാണ്. അതിന് കഴിഞ്ഞു തോന്നുന്നുണ്ട്. വെള്ളം ഒഴിച്ച് വിളിക്കേണ്ടി വരും. കണ്ണ് ശരിയാവുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് രാവിലെ പെടാ. അതന്നെ, പക്ഷെ ഇവള് മാത്രം എൻചൂക്കില്ല. എൻചൂടെ എന്തെങ്കിലും എടുക്കണ എൻചേ. ദിസ് ഈസ് അമീലിയ ആൻഡ് സന്തോഷ്. മുടിയിരുന്ന അമീലിയ. ഇതൊക്കെ ഇന്നലത്തെ ഷോപ്പിങ്ങിന്റെ സംഭവങ്ങളാണ്. കണ്ട പുറത്തേക്കുള്ള വ്യൂ അത്ര അടിപൊളി വ്യൂ ഒന്നുമില്ല, പക്ഷെ നല്ല തണവുണ്ട് കേട്ടാ. എന്താണോ ഈ എന്താ പറയാ, ഈ ജനല പോലത്തെ സാധനമൊക്കെ ഫുള്ള് വെള്ളമായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി അതുകൊണ്ട് കേട്ടോ. ഫുള്ള് വെള്ളമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. പക്ഷെ നല്ല തണവുണ്ട്, നല്ല രസമുണ്ട്. മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് കുഞ്ഞു വർക്കത്തിലെ വൈബാണ്. എന്തേലും പറയും. ഇപ്പൊ എനിച്ചിട്ടുള്ളോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു ഫിയാസ് വ്ലോഗ്സ്. ഇതാണ് അമ്മിണി പശു, ഇതാണ് മൈസൂർ മട്ടൻ. ഇവർ രണ്ടുപേരാണ് പുതിയ അതിഥികൾ. ഇതാണ് നമ്മുടെ ഫ്ലോർ. മോർണിംഗ് തിരക്കായോണ്ടാണ് വീടെടുക്കാൻ പറ്റാണ്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് റൂം വൃത്തിയാക്കായിരുന്നു. കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെ വേണേ. പോയി. ഹായ് ഗൈസ്. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാല്ലേ. ബൈ. ഇന്നത്തെ പ്രതീക്ഷ എന്താണ് ട്രിപ്പിനെ കുറിച്ച്? ഉച്ചയ്ക്ക് നല്ല ഫുഡ് വേണം, നല്ല കഴിക്കണം. എന്തൊക്കെയുണ്ട്? വിശപ്പുണ്ട് എല്ലാവർക്കും. നമ്മുടെ ചാനലിന്റെ ഓണറിനെ കാണണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം. ഹായ് ഗൈസ്, ഒരു സുഖില്ല എന്താ പോലെ പറഞ്ഞു. കുറച്ച് നേരം ഒരുങ്ങാൻ പോലെ ഒരു പെർഫെക്ഷൻ കിട്ടിയ. ഇതൊക്കെ ഒന്ന് നോക്കാൻ പറയട്ടെ. നമ്മളിനി എങ്ങോട്ടാ പോണേന്ന് ഒരു പിടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയില്ല പറഞ്ഞത്. പിന്നെന്താണ്
ഇന്നലെ വന്ന് കിടന്നപ്പോ തന്നെ നേരായിണ്ട്. അതുകൊണ്ട് റൂമിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഷോർട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മൈസൂർ മട്ടൻ ഇതിന്റെ അമ്മയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അമ്മയാണ് ജബ്ലുട്ടൻ, അത് മൈസൂർ മട്ടൻ. ഇവിടെ ഒരാള് രാവിലെ തന്നെ തലയൊക്കെ കുളിച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അടുത്തത് വരാൻ പോണത് അറിയില്ല. അതന്നെ ഇവളടുത്ത് പറഞ്ഞാൽ ഇവിടെ കുളിക്കണ്ടെന്നുള്ളത്. പക്ഷെ കുളിച്ചു. രാവിലെ നല്ല കുമ്പലൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ് പരിപാടി. ഓക്കെ ഗൈസ്, ഇവിടെ അമീലിയ അതിസുന്ദരിയായി നിൽക്കുന്നു. പൊട്ട് കുത്തി ഞാനല്ല. ഇവിടെ വേറെ ഒരാള് ലൂസാട്ടാ, നോക്കണ്ട. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ കുറച്ച് വൃത്തിയുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിക്കണം. ഞങ്ങള് വണ്ടിയിൽ കയറി, വണ്ടി എടുത്തിട്ടില്ല കേട്ടോ, എല്ലാരും വരുന്നുള്ളൂ. വിശന്നിട്ട് അല്ലേ? നമുക്ക് ഇവിടെ 3 ബസ്സിലിട്ടാ, നമ്മുടെ സ്കൂളിൽ നിന്ന് 3 ബസ്സാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള ബസ്സിലൊക്കെ നമ്മുടെ ഡ്രൈവർ കയറി. പാട്ട് ഇഷ്ടമുണ്ട്. നമ്മുടെ വണ്ടി നോക്കും ഒരു കൊന്ത ചൊല്ലിട്ടാണ് ജസ്റ്റ് ഗവൺമെന്റ് സ്കൂൾ തിങ്സ് ഗൈസ്. അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കണ്ടേ. ഇന്നലെ മാമുണ്ടി ഹിൽസ് മേടിച്ചതാ. എന്തിട്ട്? ചാമുണ്ടി ഹിൽസ് ആണ് ഞങ്ങൾ മാമുണ്ടി എന്ന് പറയാ. പക്ഷെ എനിക്കത് വെച്ചിട്ട് ഭംഗിയില്ല. അത് രസമില്ല ഞാൻ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, നിന്റെ ഗസ് എന്തായിരിക്കും ഫുഡ്? ഒന്നീ ദോശ അല്ലെങ്കിൽ ഞങ്ങൾ കുറെ നേരമായി വിശന്നിരിക്കണു. അപ്പൊ എനിക്കല്ല, ഇവർക്ക് ആർക്കും അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മിക്സർ കഴിക്കണം. രാവിലെ 5 മണിക്ക് എണിച്ചതാ. അപ്പൊ എനിക്ക് പിന്നെ മിക്സർ കഴിക്കാൻ പറ്റില്ല രാവിലെ തന്നെ. എനിക്ക് ചായ വെച്ച് തുടങ്ങാൻ ദിവസം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ വെള്ളം വെച്ച് തുടങ്ങണം. അപ്പൊ 2 ദിവസമായിട്ട് ഞാൻ ചായ കുടിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ ഇവരൊക്കെ മിക്സറിനാണ് ഞാനതൊക്കെ നോക്കിയിരിക്കുന്നു. ദമ്മിരിയുടെ കണ്ണാട എങ്ങനെയുണ്ട്? ഇതില്ല, പുതിയ കണ്ണാട മേടിച്ചു. എത്രയാണ്? 150 പറഞ്ഞ കണ്ണാട ഞങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് 70 മേടിച്ചില്ലേ. ഓക്കെ ബൈ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഇതടുത്തത് ഓസി. ഞാനാണ് ഓസി. പേര് പോലെ തന്നെയാണ് ഓസി. ഗൈസ്, ഞങ്ങൾ സൂയിലോട്ട് കടന്നിരിക്കുന്നു. ഗൈസ്, ഞങ്ങള് സൂയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ കണ്ടു അല്ലേ? സിംഹത്തിനെ കണ്ടിട്ടില്ലേ? ഗൈസ്, ഇത് നമ്മുടെ ജബ്ലു ആണ് കേട്ടോ. ജബ്ലു കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? എല്ലാരും വാ, ജബ്ലുവിനെ കാണിച്ചിരാ വാ. സാധനം കാട്ടിട്ടോ. അതന്നെ, കമ്മോൺ. ഗൈസ്, ഗോറില്ല. റൈനോസർ. ഇവരുടെ സുഖജീവിതം ജോനയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്കിയിട്ട് പോവാം. പുതിയ തരം ജീവി എന്ന് പറഞ്ഞു കൊടുക്കാം. ആൾക്കാര് തിരക്ക് കാരണം ഫാൻസും വേണ്ടെന്ന് വെക്കുമ്പോ ചീറ്റ. ഗൈസ്, ഇവിടെ ഒരു ചീറ്റ ഉണ്ട്. ഇതിന്റെ തല എന്തോ ജിറാഫിന്റെ പോലെ ഇരിക്കുന്നു. ഈ ഇപ്പൊ നമ്മൾ കുറെ സംഭവങ്ങൾ കണ്ടില്ല. നിനക്ക് അതിൽ എന്താണ് ഏറ്റവും ഇഷ്ടമായത്? സിംഹം. ഒരു സിംഹം വേറെ സിംഹത്തിന് നോക്കി കൊടുക്കാം. പുള്ളിപ്പുലി. നിനക്കോ? അല്ല അയ്യോ, അത് പറയുകയാണെങ്കിൽ കൊറേ ഉണ്ട്. എനിക്ക്
ജിറാഫിനെ കാണാൻ എത്രയും പെട്ടെന്ന് കണ്ടേല് ഇപ്പൊ എനിക്ക് ഇതിലിഷ്ടായി. എന്താ അവർക്ക് തല്ലൂടെ ഞങ്ങൾ കണ്ട നേരത്തെ ലയൻ രണ്ടെണ്ണം തല്ലൂടെ. എനിക്കിതുവരെ സിനിമയിൽ കാണിക്കുന്ന സൗണ്ട് അല്ലാട്ടോ ലയൻ, അത് പ്രതീക്ഷിച്ച് പോയത്. അതെ വണ്ടി ഓട്ടോ ഓണാൻ വേണ്ടി കങ് സൗണ്ടില്ല അതുപോലെ. നിനക്കിതുവരെ കഥയിൽ ഏറ്റവും ഇഷ്ടമായത് എന്തിനെയാണ്? ഓക്കെ നിനക്കോ? സിംഗത്തിന് സിംഗം വേറെ ഒന്നും ഇഷ്ടമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ജിറാഫിനെ കാണാനാണ്. ഞങ്ങൾ ഇങ്ങനെ ജിറാഫ്, പിന്നെ ഞാൻ കാണാൻ ഹിപ്പോപ്പൊട്ടാമസ്. ഓക്കെ ഗൈസ്, നമുക്ക് ജിറാഫിന്റെ അവിടെ തിരി കാണാട്ടോ. ഇനി നമ്മള് സീബ്രയാണ് കാണാൻ പോണത്. അതിന്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതാ ഗൈസ് അവിടെ സീബ്ര. എന്താണ് കരടീനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ പറയൂ. ഒരു വികാരിലത് ചെയ്യാട്ടോ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സാന്നിധ്യത്തിലോട്ട് പോവാം. സംഭവം ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും നമ്മൾ കാണാനില്ല. നമ്മളിപ്പോ അനാഥ പിള്ളേരെ അല്ല വേറെ ആരും പക്ഷെ ജിറാഫ് കളിയില്ല. സംഭവം നടന്ന് വയ്യണ്ടായി മടുത്തു. ഇനിയും ജിറാഫിനെ കണ്ടിട്ടില്ല, അതിന്റെ ഒരു ഇതിലാണ് ഞങ്ങൾ പോണത്. ആ ജിറാഫിനെ കണ്ടിട്ടില്ല ഗൈസ്, ജിറാഫിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ പോണത് ഒരു ഗുഹ പോലത്തെ ഒരു സാധനത്തിനുള്ളിലേക്കാണ്. അവിടെ എന്തൊക്കെയുണ്ട്? പാമ്പ്, മീൻ മുതലായ സാധനങ്ങളാണ് ഉള്ളത്. അറിയില്ല ബോർഡൊന്നും കണ്ടിട്ടില്ല. ഫുള്ളി ഇരുട്ടാണ് ഗൈസ്. പറയാം ഞാൻ അവിടെ തീരുമ്പോഴോ ഇതിനുള്ളിലൊന്നും കാണുന്നില്ല കേട്ടോ ഗൈസ്. ഇരുട്ടാണ്, നല്ല പാമ്പും മീനൊന്നല്ല, മുള്ളമ്പന്നി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു. പറ്റിച്ചു ഒന്നും കാണാനില്ല, മൊത്തം ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാനില്ല അവിടെ. ഗൈസ്, ഞങ്ങൾ ജിറാഫിനെ കാണാനുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ജിറാഫിനെ കാണണം, ജിറാഫാണ് മെയിൻ. ഇനി എത്ര ദൂരം നടക്കണം എന്നറിയില്ല, വയ്യാണ്ടായി തുടങ്ങിട്ടാ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബാഗ് എടുക്കാൻ വേണ്ടെന്ന് പറഞ്ഞു, കാരണം വെള്ളം കുപ്പി എടുക്കാൻ പറ്റില്ല. നന്നായി ദാഹിക്കുണ്ട്, നടന്ന് കാല് എടുക്കുന്നുണ്ട്. ഫുഡൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല, ഭയങ്കര ഹൈജീനാണ്. മണം മാത്രം ഹൈജീനല്ല. നിനക്ക് ഇങ്ങനെ കുഴി കുഴിക്കാൻ പറ്റൂടി? ഞാൻ ഇനി അവരല്ലല്ലോ, ഞാനല്ലേ. ഞങ്ങൾ ജിറാഫിനെ കാണാൻ എത്രയോ എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെയാണ് പാമ്പിനെ കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് ഫൈനലി ജിറാഫിൻ്റെ ഏരിയയിലൂടെ നമുക്ക് കടന്നു. ബോർഡിൽ ജിറാഫ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നീണ്ട നേരത്തെ യാത്രക്കൊടുവിൽ വി ആർ ഗോയിങ് ടു സീ ജിറാഫ്. ജിറാഫ് ജിറാഫ് ജിറാഫിനെ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു സാധനമുണ്ട്, ഡൈനോസോറോ അല്ലെങ്കിൽ ഡൈനോസർ അല്ല, ഹിപ്പോപ്പൊട്ടാമസ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് വെള്ളമൊന്നും കാണാനില്ല. എന്ത് വലിയ ഹായ്, നല്ല രസമുണ്ട് കാണാൻ, വെള്ളവലിണ്ട്. എങ്ങനെ 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 കണ്ട് അപ്പം തോന്നില്ലേ, വർഷങ്ങളായിട്ട് കുളിച്ചിട്ട് തോന്നുന്നുണ്ട് കേട്ടാ. അവിടെ അവിടെ ഉണ്ട് ജിറാഫിന്റെ പ്രതിമകൾ ആയി തുടങ്ങി. ഏകദേശം കുറച്ചു നേരത്തിനുള്ളിൽ നമ്മൾ ജിറാഫിനെ കാണും. ഗൈസ്, പാമ്പുകളാണ്, ആനക്കൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് മറ്റേ വലിയ ഇറ്റാ. ഗൈസ്, പച്ചപ്പാമ്പ് ഇതെന്തൊരു ആറ്റിറ്റ്യൂഡ്. ഹൈലൈറ്റർ അടിച്ചു വെച്ച പാമ്പ് പോലുണ്ട്. പാമ്പിനെ
കണ്ടു, പക്ഷെ ഒരു ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ? അറപ്പ് പക്ഷെ ഒരു 10/10 ബാഡിനെ കണ്ടു. ഫൈനലി ഞങ്ങൾ ജിറാഫിന്റെ അവിടെ എത്തി. കുറെ സാധനങ്ങൾ സ്കിപ്പ് ചെയ്തു. കൊറേ സാധനങ്ങൾ സ്കിപ്പ് ചെയ്തു ഞങ്ങള്. ലാസ്റ്റ് ജിറാഫിനെ കണ്ട് പോവാൻ മനസ്സിലാത്തതുകൊണ്ട് അരികിൽ നിന്നു നീ പതിയെ നോക്കിയോ കവിത പോലെ നിൻ കാതിലോതുവാൻ ശാന്തമീ വീണിടും കൺകളിൽ കിടിലൻ ട്രിപ്പായിരുന്നു. പിന്നെ 3 ദിവസം എങ്ങനെ പോയിന്ന് അറിഞ്ഞില്ല. ഇപ്പൊ ആദ്യം നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നിരുന്നതൊക്കെ ഓർമ്മ വരുന്ന തിരിച്ചു പോകുമ്പോ ഭയങ്കര കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ഞാൻ കണ്ടു രാവിലെ. അതെ നമ്മൾ ഇന്നലെ സൂവിന്ന് പോയതാണ്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? പറയൂ തേക്ക് മ്യൂസിയം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലപ്പുറത്താണ്. അതെ, അപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറത്താണ്, തേക്ക് മ്യൂസിയം. ലെറ്റ്സ് സി. ഞങ്ങൾ ഒരു ഉറങ്ങിയ എൻ്റെ ഒരു ഇതാണ് മുഖത്ത് മൈൻഡ് ചെയ്യണ്ട. നമ്മൾ മോളിൽ പോകുന്നു. ജോന്ന, ഈ മ്യൂസിയം കണ്ടിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? പലവിധം വിത്തുകളാണ് ഇപ്പോൾ കാണുന്നത്. തേക്കിൻ്റെ വിത്താണ്. കുറേ സാധനങ്ങളുണ്ട് ഗൈസ്, ഒന്നും മനസ്സിലാവണില്ല. നമ്മൾ ചുമ്മാ അങ്ങനെ കണ്ടുപോവാണ്. യെസ് ഗൈസ്, കുറെ പ്രാണികളുണ്ട്. ഗൈസ്, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല അല്ലേ? ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഗൈസ്, നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോകണ 3ാമത്തെ ദിവസമാണ്. നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. ഇനി സ്കൂളിലാണ് നിർത്തുള്ളൂ. അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്ഥലവും കഴിഞ്ഞു. നമ്മൾ ഇനി തിരിച്ച് വണ്ടിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങണില്ല. ഇനി നേരെ തൃശ്ശൂർ.